എല്ലാവർക്കും നമസ്തേ. സുനിതയാണ്. ഇന്ന് കർക്കിടകം രാശിയിലെ 2.15 നക്ഷത്രക്കാർക്ക് 2025 ഗ്രഹസ്ഥിതി എങ്ങനെയൊക്കെയാണ് അനുകൂലമായും പ്രതികൂലമായും സ്വാധീനിക്കുന്നതെന്നാണ് പറയാനായിട്ട് പോകുന്നത്. കർക്കിടകം രാശിയിലെ 2.15 നക്ഷത്രം പുണർദത്തിൻ്റെ കാൽഭാഗം പൂയം ആയില്യവും ചേർന്നതാണ്. അതായത് 2025 പുതുവർഷ ഫലമാണ് പറയാനായിട്ട് പോകുന്നത്. 2025 ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ സ്ലോ മൂവിങ് പ്ലാനറ്റ്സും രാശി മാറുന്നു എന്നുള്ളത് തന്നെയാണ്. 2025 മാർച്ച് മാസം 29 ശനി അഷ്ടമരാശി വിട്ട് 9ാം ഭാവത്തിലും, വ്യാഴം മെയ് മാസം 14 11ാം ഭാവം വിട്ട് 12ാം ഭാവത്തിലും, രാഹുകേതു മെയ് മാസം 18 9ാം ഭാവം വിട്ട് അഷ്ടമരാശിയിലും സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. 2025 മെഡിക്കൽ പ്രൊഫഷണൽസിന് വിദേശത്ത് പോകാൻ വളരെ അനുകൂലമായ സമയമാണ്. വർഷത്തിൻ്റെ പകുതി വരെ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവും. എന്തുകൊണ്ടാണ്? 11ാമത്തെ രാശിയിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. വ്യാഴത്തിൻ്റെ ലാഭസ്ഥാനത്തിലെ സ്വാധീനം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കും എന്നുള്ളതാണ്. വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം അധിക ചിലവുകൾ ഉണ്ടാക്കും. കാരണം 2ാം ഭാവത്തിൽ കേതുവും നഷ്ടഭാവത്തിൽ വ്യാഴവും സഞ്ചരിക്കുന്നതായ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അധിക ചിലവുകളൊക്കെയും ആ കാലഘട്ടത്തിൽ ഉണ്ടാവും. ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രോപ്പർട്ടി വിൽക്കാനോ വാങ്ങാനോ ഒക്കെ ഉദ്ദേശിക്കുന്ന വ്യക്തികൾക്ക് മെയ് മാസത്തിന് മുമ്പ് അനുകൂലമാണ്. പാണിനി മുതലായ വ്യാകരണാദി ശാസ്ത്ര പ്രണേതാക്കന്മാരായ മഹർഷിമാർ വരെ അവനെ ബുദ്ധിമാനാണെന്ന് പറയുന്നു എന്നൊരു ഭാഗം 11ാം ഭാവത്തിലെ വ്യാഴത്തിനെ കൊണ്ട് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അതിനർത്ഥം വളരെ പണ്ഡിതന്മാരായ വ്യക്തികൾ പോലും നമ്മുടെ അറിവിനെയും കഴിവിനെയും ബുദ്ധിയെയും ഒക്കെയും അംഗീകരിക്കും എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? മത്സര പരീക്ഷയിലും ഇൻ്റർവ്യൂവിലും ഒക്കെ വിജയം നേടിയെടുക്കാൻ സാധിക്കുന്ന സമയമാണെന്ന് പറയാനായിട്ട് സാധിക്കും. താന്ത്രികം, ജ്യോതിഷം ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർക്കും പഠിക്കുന്നവർക്കും ഒക്കെ അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ്. കർക്കിടകം രാശിക്കാർ പൊതുവിലെ പ്രാക്ടിക്കൽ നോളജും വ്യത്യസ്ത സാഹചര്യങ്ങളെ വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുന്നവരും വേഗത്തിൽ തീരുമാനമെടുക്കാനും ആ തീരുമാനങ്ങളെ നടപ്പിലാക്കാനും കഴിവുള്ള വ്യക്തികളാണ്. എന്തുകൊണ്ടാണ്? 5ാമത്തെ രാശിയാധിപതിയായ ഗ്രഹത്തിന് കർമാധിപത്യം ഉള്ളതുകൊണ്ടും 5-10 ഭാവം ഭരിക്കുന്നത് ചൊവ്വയായതുകൊണ്ടും ചൊവ്വ വളരെ വേഗം ക്യുക്കായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ഗ്രഹം ആയതുകൊണ്ടും ഒക്കെ അങ്ങനെ പറയാൻ കാരണം കേന്ദ്ര ത്രികോണ ഭാവങ്ങൾ തമ്മിലൊരു കണക്ഷനുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ ഭാഷാ പഠനത്തിന് അനുകൂലമാണ്. IELTS, OET ഒക്കെ എഴുതാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികൾ മെയ് മാസത്തിന് മുമ്പ് ഡേറ്റ് എടുക്കണം എന്നുള്ളതാണ്. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ഇങ്ങനെ ലാംഗ്വേജസ് ഡിഗ്രിയോ പോസ്റ്റ് ഗ്രാജുവേഷനോ ഒക്കെ ചെയ്യുന്ന കുട്ടികൾ അവർക്കും പുരോഗതി ഉണ്ടാകുന്ന സമയമാണെന്ന് പറയാൻ പറ്റും. റിസർച്ച് സ്റ്റഡീസിനും അനുകൂലമാണ്. മെയ്ക്ക് ശേഷം സാമ്പത്തിക അച്ചടക്കവും അമിത ചിലവുകൾ നിയന്ത്രിക്കാനും ശ്രമിക്കണം. ഉന്നത വിദ്യാഭ്യാസത്തിനായി അധിക ധനം ചിലവഴിക്കേണ്ടിയായിട്ട് വരും എന്നുള്ളതാണ്. കാരണം മെയ് മാസത്തിന് ശേഷം ഞാൻ പറഞ്ഞു വ്യാഴത്തിന് 12ാമത്തെ രാശിയിലും കേതുവിന് 2ാം ഭാവത്തിലോട്ടും സ്വാധീനം ഉള്ളതുകൊണ്ട് തന്നെ അമിത ചിലവുകളുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് സ്കില്ല് നമ്മളവിടെ ഡെവലപ്പ് ചെയ്ത് എടുക്കണം എന്നുള്ളതാണ്. ധനം വഴിമാറി ചിലവഴിക്കാതെയൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്. ദുരഭിമാനം കാരണം നമ്മൾ ധനം വ്യയം ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. വിദേശത്തോ ദൂരദേശത്തോ ഉന്നത വിദ്യാഭ്യാസം ചെയ്യാനും ഇടവരും. തീർത്ഥാടന യാത്രകളോ ദൂരദേശ യാത്രകളോ ചെയ്യും. സ്പിരിച്വൽ ട്രെയിനേഴ്സിന് അനുകൂലമാണ്. ആത്മീയതയിൽ താല്പര്യം വർദ്ധിക്കുന്നതായ ഒരു കാലഘട്ടമാണ്. മെയ് മാസത്തിന് ശേഷം മാനസിക പിരിമുറുക്കം ഉണ്ടാകും. മെഡിറ്റേഷൻ, ഗാർഡനിങ്, മ്യൂസിക്, ഡാൻസ് ഇതൊക്കെ ചെയ്യുന്നതോ പഠിക്കുന്നതോ കണ്ടോ കേട്ടോ ആസ്വദിക്കുന്നതോ ഒക്കെ ഈ കാലഘട്ടത്തിൽ വളരെ നല്ലതാണ്. സുഹൃത് വത്സല സ്തോയോ ധ്യാനരഥ സ്വവേഷ്മ സഹിതേ ജാത ശശാങ്കേ നരഹ എന്നാണ് ഹോരാശാസ്ത്രത്തിൽ കർക്കിടകം രാശിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ബന്ധുക്കളെ വളരെ സ്നേഹിക്കുന്ന വ്യക്തിയും ഉദ്യാനത്തിൽ വളരെ താല്പര്യമുള്ള വ്യക്തികളും ഒക്കെ ആയിരിക്കും. എന്നാൽ അങ്ങനെയൊക്കെയാണ് അവരുടെ അടിസ്ഥാനപരമായ ക്വാളിറ്റി എങ്കിലും മെയ് മാസത്തിന് ശേഷം ബന്ധുവിരോധമോ ബന്ധുക്കൾ അനുഭവിക്കുന്ന സാമ്പത്തികമോ മാനസികമോ ശാരീരികമോ ആയ ബുദ്ധിമുട്ടുകൾ
കാരണമായിട്ട് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളോ അവരുടെ അനുഭവങ്ങൾ നമുക്കുണ്ടാക്കിയെടുക്കുന്ന ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ബന്ധുക്കൾ കാരണമാകുന്ന നമ്മളുമായിട്ട് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ കൊണ്ടോ അവർ തമ്മിലുള്ള ബന്ധുക്കളുമായിട്ടുള്ള ചില വാക്ക് തർക്കങ്ങൾ കൊണ്ടോ സാമ്പത്തികമോ മാനസികവുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ക്ലേശാനുഭവങ്ങൾ കൊണ്ട് മനക്ലേശത്തിന് കാരണമായേക്കാമെന്നും നമുക്ക് ചിന്തിക്കാവുന്നതാണ്. മെയ് മാസത്തിന് ശേഷം കുറച്ച് സ്ട്രെസ്സും സ്ട്രഗിൾസും കൂടുതലാണ്. കാരണം 6-ാം ഭാവാധിപതി 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. അതൊക്കെ കൊണ്ട് തന്നെ സ്ട്രെസ്സും സ്ട്രഗിൾസും ആ കാലഘട്ടത്തിൽ കുറച്ച് കൂടുതലാണെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഗാർഡനിങ്ങിലൊക്കെ അടിസ്ഥാനപരമായി താല്പര്യമുള്ളത് കൊണ്ട് ഗാർഡനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മൈൻഡ് കുറച്ച് റിലാക്സ്ഡ് ആകും എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഗാർഡനിങ്ങിൽ അടിസ്ഥാനപരമായി താല്പര്യം ഉണ്ടാകും എന്ന് പറയാൻ കാര്യം, ഉദ്യാനം എന്ന് വെച്ചാൽ പൂന്തോട്ടം അല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂന്തോട്ടം ഒക്കെ ഉണ്ടാക്കാനും ഗാർഡനിങ്ങിലൊക്കെ വളരെ താല്പര്യമുള്ളൊരു അടിസ്ഥാന ക്വാളിറ്റി അവർക്കുണ്ട്. അപ്പം ഗാർഡനിങ് ഒക്കെ ചെയ്യുമ്പോൾ ഫിസിക്കലി മെൻ്റലി ഒക്കെ ആക്റ്റീവ് ആവുന്ന ഒരു ആക്ടിവിറ്റി അല്ലേ. അപ്പം ചെടികളൊക്കെ നടുകയാണെങ്കിൽ ചെടി വളരും എന്നൊരു പ്രതീക്ഷ, പൂക്കും എന്നൊരു പ്രതീക്ഷ, ഇങ്ങനെ പ്രതീക്ഷയും സന്തോഷമൊക്കെ തരുന്ന ഒരു ആക്ടിവിറ്റി ആണല്ലോ ഗാർഡനിങ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ പ്രെയർ, യോഗ, മെഡിറ്റേഷൻ അതൊക്കെ ചെയ്യും വേണം എന്നുള്ളതാണ്. മെയ്ക്ക് ശേഷം മുഖത്ത് അലർജിക് ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് ആ കാലഘട്ടത്തിൽ കൂടുതൽ അനുകൂലം. കൃഷി നഷ്ടങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരും. 9-ാം ഭാവാധിപതി 12-ൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ആത്മീയ വളർച്ചയ്ക്കും ഉന്നത പഠനത്തിനും യാത്രയ്ക്കും ശക്തമായ സാധ്യത ആ കാലഘട്ടത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. വാക്കുകൾക്ക് മൂർച്ച കൂടാതെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ശരി തെറ്റുകളെ കുറിച്ചുള്ള ആത്മപരിശോധനയും സ്വയമേ ആ കാലഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്യും, പ്രത്യേകിച്ച് വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം എന്ന് പറയാം. ബിസിനസ്സിൽ സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. ലോൺ എടുത്ത് വീട് വയ്ക്കാനും ദൂരദേശത്ത് വീട് വാങ്ങാനും ഒക്കെ വളരെ അനുകൂലമാണ്. 12-ലെ വ്യാഴം അധിക ധനം ചെലവഴിക്കേണ്ടി വരും. 2-ലെ കേതുവിനെ കൊണ്ട് ധാന്യങ്ങൾക്ക് നാശം സംഭവിക്കാമെന്നും ഒരു ഫലമുണ്ട്. ബിസിനസ്സിൽ ഡെഡ് സ്റ്റോക്ക് വരാനുള്ള ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് ഡെഡ് സ്റ്റോക്ക് വരാതെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഡെഡ് സ്റ്റോക്ക് വരാതെ ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അത് ആണ് ശ്രദ്ധിക്കേണ്ടത്. സീസണലായിട്ട് ഡിമാൻഡ് ഉണ്ടാകുന്ന സാധനങ്ങളുണ്ടാവുമല്ലോ. ഉദാഹരണം പറഞ്ഞാൽ സീസണൽ ഡിമാൻഡ് ഉണ്ടാകുന്ന സാധനങ്ങൾ എന്തൊക്കെയായിരിക്കും? സ്കൂൾ ബാഗ്, സ്കൂൾ യൂണിഫോം, അങ്ങനെ വരുന്ന കാര്യങ്ങളില്ലേ. അല്ലെങ്കിൽ റെയിൻ കോട്ട്, വിൻ്റർ ജാക്കറ്റ്, അതൊക്കെ ഒരു പർട്ടിക്കുലർ സീസണിൽ മാത്രം ഡിമാൻഡ് ഉണ്ടാകുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് തന്നെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എപ്പോഴും കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് ഉള്ളതാണ്. അതുപോലെ തന്നെ അതിനനുസരിച്ച് മാത്രം ഇൻവെൻട്രി മാനേജ്മെൻറ്റൊക്കെ കാര്യക്ഷമമായിരിക്കണം. അതിനനുസരിച്ച് നമ്മളുടെ ഒരു എത്രത്തോളം ഡിമാൻഡ് ഉണ്ടാകുന്നുള്ളൊരു കൃത്യമായ കണക്കിൽ നിന്നായിരിക്കണം നമ്മൾ സാധനങ്ങൾ സ്റ്റോർ ചെയ്യേണ്ടത്. അതർവൈസ് ഡെഡ് സ്റ്റോക്ക് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. മാത്രമല്ല ഒരു ബൾക്കായിട്ടുള്ള ഓർഡേഴ്സൊക്കെ വരികയാണെങ്കിൽ സാമ്പിൾ ഐറ്റം കസ്റ്റമറിന് കൊടുത്ത് അപ്രൂവൽ വാങ്ങിയതിന് ശേഷം മാത്രമേ ബൾക്ക് ഓർഡർ എടുക്കാവൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ബൾക്ക് ഓർഡർ എടുക്കുകയാണെങ്കിൽ ആ ഐറ്റത്തിൻ്റെ സാമ്പിൾ ഐറ്റം ക്വാളിറ്റി പരിശോധിച്ചിട്ട് മാത്രമേ ഒരു ബൾക്ക് ഓർഡർ കൊടുക്കുകയും ചെയ്യാവൂ എന്നുള്ളതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ സാമ്പത്തിക നഷ്ടങ്ങളോ ഡെഡ് സ്റ്റോക്കോ ഒന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം. അതൊക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് പൊതുവെ അറിയാവുന്ന വിഷയങ്ങളാണ്. 2025 പകുതിക്ക് ശേഷം വിജയം നേടിയെടുക്കാൻ കഴിയുമെങ്കിലും വളരെയധികം മനസ്സമ്മർദ്ദം അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. ജോലി മാറാനോ ജോലി നേടാൻ ശ്രമിക്കുന്നവരോ ആണെങ്കിൽ വർഷാരംഭം വളരെ അനുകൂലമാണ്. വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം ക്ഷമയും വിട്ടുവീഴ്ചയും ഉണ്ടാകണം എന്നുള്ളത്. ബിസിനസ്സിൽ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ജോലി സ്ഥലത്ത് ശ്രദ്ധാപൂർവം പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ജോലിയിൽ അശ്രദ്ധ കൊണ്ട് തെറ്റുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ചെറിയ മിസ്റ്റേക്സും മെയ് മാസത്തിന് ശേഷം തൊഴിൽപരമായി പല ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കും എന്നുള്ളത്. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. ജോലി ഭാരം ഉണ്ടാകാം. കൊളീഗ്സുമായിട്ട് കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധം സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. അച്ഛൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കണം എന്നുള്ളതാണ്. അച്ഛന് രോഗപീഠകളോ വാർദ്ധക്യ സഹജമായ രോഗപീഠകളോ ഉണ്ടെങ്കിൽ മൃത്യുഞ്ജയ ഹോമം, ജലധാര മഹാദേവന് മാസത്തിൽ ഒരു തിങ്കളാഴ്ച ദിവസം കഴിപ്പിക്കണം എന്നുള്ളതാണ്. ബിസിനസ് ചെയ്യുന്ന
ആൾക്കാർ ജീവനക്കാരോട് വളരെ ഫ്രണ്ട്ലി ആയിരിക്കണം എങ്കിലും ഒരു ബൗണ്ടറി ഉണ്ടാവണം. വർക്കൊക്കെ അവരുടെ എംപ്ലോയീസിൻ്റെ വർക്കൊക്കെ വളരെ കൃത്യമായി മോണിറ്റർ ചെയ്യുകയും വേണം, പ്രത്യേകിച്ച് മെയ് മാസത്തിന് ശേഷം. തൊഴിൽ മേഖലയിൽ ഒരു പ്രൊഫഷണലിസം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. മെയ് മാസത്തിന് ശേഷം പ്രത്യേകിച്ച് അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പ്രൊഫസർ, അധ്യാപകർ, കൗൺസിലർ, യോഗ ട്രെയിനേഴ്സ്, വിദേശ രാജ്യങ്ങളിൽ ഇത്തരത്തിലെ മേഖലകൾ കൈകാര്യം ചെയ്യുന്നവർക്കും വളരെ അനുകൂലമാണെന്ന് പറയാൻ സാധിക്കും. 2ാം ഭാവത്തിൽ കേതുവിൻ്റെ സ്വാധീനം നിലവിൽ പഠന വൈകല്യം, സ്പീച്ച് ഡിസോർഡർ ഇത്തരത്തിലെ ബുദ്ധിമുട്ടുകൾ നിലവിലുള്ള കുട്ടികൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ട്രീറ്റ്മെൻറ്റും തെറാപ്പിയും ഒക്കെ ആവശ്യമാണ് അത്തരത്തിലുള്ള കുട്ടികൾക്ക്. പഠനത്തിൽ അലസത, മടി ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ഗണപതിയെ ഭജിച്ചും സരസ്വതി മന്ത്രം ജപിച്ചും ഒക്കെ തടസ്സങ്ങളെ മാറ്റിയെടുക്കണം എന്നുള്ളതാണ്. കണ്ണിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണം. കുടുംബത്തിനകത്തുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലിയ അകൽച്ചകൾക്ക് കാരണമാകാതെ ശ്രദ്ധിക്കുക. ഡിവോഴ്സ് കേസ്, കുട്ടികളുടെ കസ്റ്റഡി കേസ്, കുടുംബ ഷെയറുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇതൊക്കെ നിലവിൽ നടക്കുന്ന വ്യക്തികൾ മെയ് മാസത്തിന് മുമ്പ് അത് സെറ്റിൽമെൻറ്റിന് ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. മെയ് മാസത്തിന് ശേഷം അനാവശ്യ പ്രശ്നങ്ങളുടെ പ്രശ്നത്തിൻ്റെ നിലവിലെ പ്രശ്നങ്ങൾ തീഷ്ണതയിലോട്ട് എത്തിക്കാനായിട്ട് കാരണമാകും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് 2025 കുറച്ച് ഫലം കർക്കിടകം രാശിക്കാരുടെ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനിയും കാണാം. ബൈ.